ഹായ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും രണ്ടും എല്ലാവർക്കും ക്ലിയർ ആയി, എല്ലാവരും നന്നായി പഠിച്ചെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ടെൻസിലോട്ട് കടക്കാം. നമ്മുടെ മൂന്നാമത്തെ പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്? ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അതിൽ പറയുമ്പോൾ തന്നെ 2-3 വേർഡ്സ് അതിലുണ്ട്. ഒന്ന് പ്രസന്റ്. പ്രസന്റ് നമുക്ക് പറഞ്ഞു, ഇതാ പ്രസന്റിൽ നടക്കുന്ന കാര്യം. ദെൻ പെർഫെക്റ്റ് എന്താണ്? ഒരു കാര്യം ചെയ്ത് തീർത്ത് നമ്മൾ എന്ത് പറയും? പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്തു എന്ന് പറയും, അല്ലെ? അത് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും, അല്ലെ? അപ്പൊ അതാണ് ഈ ടെൻസ്. സാധാരണ രീതിയിൽ ഒരു പ്രവൃത്തി നടക്കുകയും അതിന്റെ ഫലം പറയുന്ന സമയത്ത് നിലകൊള്ളുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഈ ടെൻസ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഒരു കാര്യം നടന്നു, ആ നടന്നത് ഫിനിഷ് ആവുകയും അതിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും വേണം. ഇപ്പൊ നമ്മളൊരു നോവൽ എഴുതി കഴിഞ്ഞിട്ടോ നോവൽ നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ റിസൾട്ട് എന്താണ്? പ്രസന്റ് ടൈമിൽ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? അതിന്റെ റിസൾട്ട് പ്രസന്റ് ടൈമിൽ നമ്മുടെ കയ്യിലുണ്ട്, അത് ഫിനിഷ് ആയിട്ടുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നോക്കാം, അതിന്റെ ഫോം നോക്കാം. സബ്ജക്ട് ഹാസ്, ഹാവ് പ്ലസ് V3, അല്ലെ? നമ്മൾ ഒരുപാട് പഠിച്ചിട്ടും ഇപ്പോഴാണ് V3 നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നത്, അല്ലെ? നമ്മൾ V1 യൂസ് ചെയ്തു, ING ഫോം യൂസ് ചെയ്തു, അതുപോലെ V2 യൂസ് ചെയ്തു. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? V3 യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് V3യുടെ ആവശ്യം വരുന്നത്. ഓക്കെ, V3 മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് ഹാസ്, ഹാവ്. ഓക്കെ, ഹാസും ഹാവും. ഹാസ്, ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട് എന്നൊരു മീനിങ് ആണ്. എനിക്കുണ്ട്, അവൾക്കുണ്ട്, അവനുണ്ട്, അവർക്കുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാസ്, ഹാവ്. ഹാസ്, ഹാവ് മീൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഹാസ്, ഹാവ് മീൻസ് ഉണ്ട്. ഇനി അതിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹാസിന്റെയും ഹാവിന്റെയും കാര്യത്തിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു സെന്റൻസിലെയും ആദ്യമുള്ളതാണ് സബ്ജക്റ്റ്. ഐ മീൻ ഒരു നൗണോ പ്രോണൗണോ ആയിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഹാസ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ്? ഹാസ് ആണ്. ഒരാളാണ് എന്ത് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാസ് യൂസ് ചെയ്യണം. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ്? ഹാവ് ആണ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നാം യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഹി സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. ഹാസ് സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോ അവിടെ എന്ത് വന്നു? ഹാസ് വന്നു. ദെൻ പ്ലേഡ്, ഇതാണ് V3 ഫോം. എന്താണ്? V3 ഫോം. ED ഫോം എന്ന് നമ്മൾ V3 ഫോമിനെ പറയാറുണ്ട്. അധികം വേർഡ്സിന്റെ കൂടെ ED ചേർക്കുമ്പോൾ ഏകദേശം ഒക്കെ V3 ഫോം നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ കൂടെ ഹാസ് വന്നു, ED ഫോം വന്നു. ഓക്കെ, ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞു എന്നൊരർത്ഥം. ഓക്കെ, ദെൻ ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. അവൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? അതിന്റെ റിസൾട്ട് ഉണ്ട്. ഐ മീൻ ആ ലെറ്റർ കയ്യിലുണ്ട്. ഇവിടെ നോക്കാം, ഷീ എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ വരുമ്പോ തീർച്ചയായിട്ടും ആര് വരും? കൂടെ ഹാസ് വരും. കൂടെ എന്ത് വരും? റിട്ടൺ ആണ് റൈറ്റിന്റെ ED ഫോം അല്ലെങ്കിൽ V3 ഫോം എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, V1, V2, V3 ഫോം നമ്മൾ എപ്പോ എന്ത് ചെയ്യണം? കാണാതെ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. ഓക്കെ, ഇപ്പോഴാണ് പ്ലൂറൽ വരുന്നത്. ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഐ മീൻ അവരിപ്പോ ഫുട്ബോൾ കളിച്ചു എന്നൊരർത്ഥം. ദേ എന്ന് വരുന്ന സബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ ആണ്. ഓക്കെ, ദെൻ ഹാവ് എന്താണ്? പ്ലൂറൽ വരുമ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് പറയാൻ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടെ ആര് വന്നു? ED ഫോം. ഐ മീൻ V3 ഫോം. പ്ലേയുടെ V3 ഫോം ആണ് എന്ത്? ED, പ്ലേഡ്. ഓക്കെ,
Then my father has come. എന്റെ ഫാദർ വന്നിട്ടുണ്ട്. ഫാദർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാദർ ഇപ്പൊ അവിടെ വീട്ടിലുണ്ട്. ഓക്കെ, റിസൾട്ട് നമുക്ക് പ്രസന്റിൽ കാണാൻ പറ്റണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. മൈ ഫാദർ ഹാസ് കം. ഫാദർ എന്താണ്? സിംഗിൾ ആണ് അല്ലെ, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് വരും? ഹാസ് വരും. അതുപോലെ കം, കെയിം, കം എന്നാണ് യൂസ് ചെയ്യാറ്. കം ആണ് എന്ത്? ED ഫോം, ഐ മീൻ V3 ഫോം. കം, കെയിം, കം എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. കൂടെ എന്താണ് വരേണ്ടത്? V3 ഫോം ആണ് വരേണ്ടത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ അതിന്റെ ഫോർമുലയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ യൂസേജ് ആണ് ഇനി അടുത്ത് നോക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസേജ്. ഫസ്റ്റ് വൺ, to express a past action when the time is not given. ഒരു പാസ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്റ്റോട്ടൊന്നും ചിന്തിക്കരുത്, പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പാസ്റ്റ് ആക്ഷൻ അത് നടന്നപ്പോൾ the time is not given. ടൈം എന്ത് ചെയ്തിട്ടില്ല? അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ടൈം മെൻഷൻ ചെയ്യാത്ത ഒരു പാസ്റ്റ് ആക്ഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. ഓക്കെ, നോക്കാം. ഐ ഹാവ് സീൻ ഹെർ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. എന്താണ്? ഐ ഹാവ് സീൻ ഹെർ. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. എപ്പോ കണ്ടു? എവിടെ വെച്ച് കണ്ടു? ഏത് ടൈമിൽ കണ്ടു? മെൻഷൻ ചെയ്തിട്ടില്ല. ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് യൂസ് ചെയ്യും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഐ എന്താണ്? ഐ പണ്ട് എന്താണ്? പ്ലൂറൽ ആണ് കേട്ടോ. ഐ പ്ലൂറൽ ആണ്, മറക്കരുത്. ഐ പ്ലൂറൽ ആണ്. സ്വാഭാവികമായിട്ടും ഐ പ്ലൂറൽ വരുമ്പോ എന്ത് വരും? ഹാവ് വരും. പ്ലൂറലിന്റെ കൂടെ എന്താ യൂസ് ചെയ്യാ? ഹാവ്. ഐ ഹാവ് സീൻ. സിയുടെ V3 ഫോം ആണ് സീൻ. ഹെർ, അവളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളെ കണ്ടു എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷെ ടൈം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളത് പാസ്റ്റിൽ നടന്ന കാര്യമാണെങ്കിലും പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ദെൻ ദേ ഹാവ് ഗോൺ. അവർ അവിടെ പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ, അവർ പോയിട്ടുണ്ട്. ഓക്കെ, പോയിട്ടുണ്ട്. എപ്പോ പോയി? ടൈം മെൻഷൻ ചെയ്തിട്ടില്ല. ഏത് ടൈമിൽ പോയി എന്നുള്ളത് ഇവിടെ പറയുന്നില്ല, ഒട്ടും പറയുന്നില്ല. പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്, പക്ഷെ ടൈം മെൻഷൻ ചെയ്യുന്നില്ല. ടൈം മെൻഷൻ ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ അവിടെ എന്ത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. ദേ ഹാവ് ഗോൺ. അവർ ഹാവ് ഗോൺ. അവർ അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പോയിട്ടുണ്ട്. ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹാവ് ആണ്. ഓക്കെ, ഇവിടെ ദേ പ്ലൂറൽ വന്നപ്പോൾ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തു? ഹാവ് യൂസ് ചെയ്തു. ഗോൺ എന്ന് പറയുന്നതാണ് ഗോയുടെ എന്ത്? V3 ഫോം. ഓക്കെ, ദെൻ ദേ ഹാവ് ഗോൺ. അവർ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ടൈം മെൻഷൻ ചെയ്യുന്നില്ല. ഇത് പ്രവൃത്തി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പാസ്റ്റ് ആണ്. പക്ഷേ പാസ്റ്റ് ആണെങ്കിലും ടൈം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എന്താണെങ്കിലും ഫ്യൂച്ചർ പ്രസന്റ് പെർഫെക്റ്റിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്. ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ട് ഫീസ് ഓൾറെഡി അടച്ചിട്ടോ എന്ന് പറയും അല്ലെ. പക്ഷെ എന്താണ്? ടൈം മെൻഷൻ ചെയ്തിട്ടില്ല. ഫീസ് എപ്പോഴാണ് അടച്ചത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ പാസ്റ്റ് ആക്ഷനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കും? പ്രസന്റ് പെർഫെക്റ്റിലോട്ട് എടുക്കും. എന്നിട്ട് ഐ ഹാവ്. ഐ ആരാണ്? പ്ലൂറൽ ആണ്. ഓക്കെ, ഐ ഹാവ്. ഐ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ കൂടെ ആര് വരും? ഹാവ് വരും. ഓക്കെ, ഐ ഹാവ് പെയ്ഡ്. പേ എന്നുള്ളതിന്റെ V3 ഫോം ആണ് പെയ്ഡ്. ഓക്കെ, ഐ ഹാവ് പെയ്ഡ് ദ ഫീസ്. ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്. ടൈം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തു. ഒന്നുമില്ല, ടൈം മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റ് ആക്ഷനിൽ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ജസ്റ്റ് കംപ്ലീറ്റഡ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആ വാക്ക് തന്നെ ഉണ്ട്. ജസ്റ്റ് കംപ്ലീറ്റ് അല്ലെ. ഇപ്പൊ നിങ്ങൾ തീർന്നിട്ടേ ഉള്ളൂ. നമ്മൾ എല്ലാവരോടും പറയാറില്ലേ നീ അത് ചെയ്തു തീർത്തോ? ഇപ്പൊ തീർത്തിട്ട് വരിക അല്ലെ. നീ ആ വർക്ക് ചെയ്തോ? ഞാൻ അത് എപ്പോഴും ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ പറയില്ലേ മലയാളത്തിൽ? ഇങ്ങനെ പറയാൻ ഇനി മുതൽ മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി മുതൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് തന്നെ പറയാം. ഓക്കെ, ജസ്റ്റ് കംപ്ലീറ്റഡ്. ഐ മീൻ ഇമ്മീഡിയറ്റ് ഫാസ്റ്റ്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണ് കേട്ടോ. തൊട്ട്
തൊട്ട് മുമ്പ് നടന്ന പാസ്റ്റ് ആണ്. ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇപ്പൊ ചെയ്ത് ഇറങ്ങുന്നേ ഉള്ളൂ, എന്നാലോ കംപ്ലീറ്റ് ആയും ചെയ്തു. ഓക്കെ, എക്സാമ്പിൾ, ഹി ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ഹി ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. അവൻ ഇപ്പൊ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പുറത്തുനിന്ന് അപ്പൊ അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഗൾഫിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഹി ഹാസ്. ഹി എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ വരുമ്പോ എന്ത് വരും? ഹാസ് വരും. സിംഗുലർ വരുമ്പോ എന്താണ് വരുന്നത്? ഹാസ് വരും. അറൈവ്ഡ് കണ്ടോ, ED ഫോം ആണ് അറൈവിന് V3ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. V3ക്ക് അധികം ഇങ്ങനെ ED ഫോം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അറൈവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? V3 ഫോം. ഇവിടെ നിങ്ങൾക്ക് വേറൊരാളെ കാണാം. എന്താണ്? ജസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ജസ്റ്റ് ഉണ്ടോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എക്സാമിനൊക്കെ ഒരു സെന്റൻസ് തരുമ്പോ അതിങ്ങനെ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കാം, അവിടെ കീവേഡ് ആയിട്ടുള്ള ജസ്റ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് മറ്റൊന്നുമല്ല, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ദെൻ വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ ക്ലാസ്. ക്ലാസ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളൂ. ഐ മീൻ എന്താ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നൊരർത്ഥം. ഓക്കെ, ക്ലാസ് നമ്മൾ എന്തായി, ക്ലാസ് എന്തായി, എപ്പോഴും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ കാണാം എന്താണ്? പ്ലൂറൽ ഹാവ് ആണ്. പ്ലൂറൽ വരുമ്പോ യൂസ് ചെയ്തത് സ്റ്റാർട്ടഡ്, V3 ഫോം. ഓക്കെ, ദെൻ ഐ ഹാവ്. ഐ ആരാണ്? ഇനി ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾക്ക് എന്നെ അറിയുന്നുണ്ടാവും. ഐ ആരാന്ന് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കണം? പ്ലൂറൽ ആണ്. ഓക്കെ, ഐ ഹാവ്. പ്ലൂറൽ വരുമ്പോ എന്ത് വരും? ഹാവ് വരും. ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് എന്താ അല്ലെ? V3 ഫോം ED വെച്ച് വരുമ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഫിനിഷ്ഡ് എന്താണ്? ഫിനിഷിന്റെ V3 ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഫിനിഷ്ഡ്. ഓക്കെ, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. നിങ്ങളോട് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കും. നിങ്ങളാണെങ്കിലോ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്നത് തൊട്ട് മുമ്പായിരിക്കും ആ ഹോംവർക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവുക, വീട്ടിൽ നിന്നും ആവില്ല അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ടീച്ചറോട് പറയാൻ പറ്റിയ ഒരു ഡയലോഗാണ് ഇത്. എന്ത്? ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ ഇപ്പൊ എന്റെ ഹോംവർക്ക് എന്താണ്? ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മീൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ഷീ ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. അവൾ ഇപ്പൊ അവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇവിടെയും ഷീ ആണ് വന്നിട്ടുള്ളത്. ഷീ വരുമ്പോ ഹാസ്. ഓക്കെ, സിംഗുലർ, ഹാസ് സിംഗുലർ വന്നു. ഗോൺ എന്ന് പറയുന്നതാണ് V3 ഫോം, ഗോയുടെ V3 ഫോം. ഓക്കെ, അപ്പോ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനും നിങ്ങൾ ഒരു കീവേഡ് ആയിട്ട് നിങ്ങൾക്ക് ആരുണ്ടാവും? എല്ലായിടത്തും ആരുണ്ടാവും? കീവേഡ് ആയിട്ട് ദാ ജസ്റ്റ് ഉണ്ടാവും. ദാ ഇപ്പൊ അങ്ങ് ചെയ്ത് തീർത്തിട്ടുള്ളൂ എന്ന് പറയാൻ ആരുണ്ടാവും നിങ്ങളെ സഹായത്തിന്? കീവേഡ് ആയിട്ടുള്ള ജസ്റ്റ് നിങ്ങൾക്ക് ആ സെന്റൻസിൽ കാണാൻ കഴിയും. ഓക്കെ, ദെൻ an action which has happened before the expected time in the past. നിങ്ങൾ പാസ്റ്റിൽ പ്രതീക്ഷിക്കുന്ന ടൈമിന് മുമ്പായിട്ട് ഒരു ആക്ഷൻ അങ്ങ് കഴിഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് എന്തായിരുന്നു? കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ടൈം എടുത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടൈമിന് മുമ്പായിട്ട് എന്തായി? ആ ആക്ഷൻ അങ്ങ് പാസ്റ്റിൽ തീർന്നു. അങ്ങനെ തീരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാസ്റ്റിനെ തേടി പോകരുത്, നമ്മൾ ഇവിടെ തന്നെ വരണം. എന്ത് വരണം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നെ നമ്മൾ എത്തണം. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. നിങ്ങൾ അങ്ങ് ഓടി ചെല്ലുകയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഓടി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? നിങ്ങൾ പ്രതീക്ഷിച്ച ടൈം അല്ലേ? ട്രെയിനിന്റെ കാര്യമാണ്. നമ്മുടെ ട്രെയിനിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച ടൈമിൽ എത്താറില്ല, പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഓടി എത്തിയപ്പോ ഇതിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടൈമിന് മുമ്പ് ട്രെയിൻ അങ്ങോട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റിയ ഒരു ഡയലോഗ് ഉണ്ട്. ഒന്നും നോക്കണ്ട, അവിടെ നിന്ന് ഈ ഡയലോഗ് പറഞ്ഞോളി. The train has already left. ട്രെയിൻ എന്ത് ചെയ്തു? ഓൾറെഡി പോയി. ഓക്കെ, ഈ ഓൾറെഡി എന്ന് പറയുന്ന വേർഡ് ഒന്ന് നോട്ട് ചെയ്തോളൂ. The train has already left. ട്രെയിൻ ഹാസ് എന്താണ്? സിംഗുലർ, ലെഫ്റ്റ്. ഓക്കെ, പോയി എന്നതിന്റെ V3 ഫോം ആണ് ലെഫ്റ്റ്. ഓക്കെ, then she has already submitted the assignment. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യാറ്? നമ്മൾ ചില സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് പറ്റിക്കാറുണ്ട് അല്ലെ? നമ്മൾ അവരോട് വിചാരിക്കും നമുക്കൊക്കെ ഒന്നിച്ച് അസൈൻമെന്റ് വെക്കാന്ന് പറയും. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളെ പറ്റിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് അവർ ഓഫീസ് റൂമിൽ അസൈൻമെന്റ് വെച്ച് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾക്ക് പറയുന്ന ഒരു ഡയലോഗ് കൂടെ ഉണ്ട്. ഇതാ, ഷീ ഹാസ് ഓൾറെഡി സബ്മിറ്റഡ് ദ അസൈൻമെന്റ്. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ പോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോളൂ.
സബ്മിറ്റിന്റെ ED ഫോം, സബ്മിറ്റിന്റെ V3 ഫോം ആണ് എന്ത്? സബ്മിറ്റഡ്. ഓക്കെ, ഷീ എന്താണ്? സിംഗുലർ. സിംഗുലർ വരുമ്പോ ഒരു സംശയവും വേണ്ട, അവിടെ ഹാസ് ഉണ്ടാവും. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്തും വേണം? ED ഫോമും വേണം. ഓക്കെ, then they have already finished the work. They have already finished the work. നിങ്ങൾ വർക്ക് ചെയ്ത് തീരുമെന്ന് പ്രതീക്ഷിച്ച സമയത്തിന് മുമ്പായിട്ട് തന്നെ അവരെന്ത് ചെയ്തു? വർക്ക് ചെയ്ത് തീർത്തു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടൈമിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്തു? വർക്ക് ചെയ്ത് തീർത്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് പറയാ? they means plural. they have, plural ആണെങ്കിൽ have വരും. they have already finished the work. ഫിനിഷിന്റെ V3 ഫോം ആണ് ഫിനിഷ്ഡ്. ഓക്കെ, ഓൾറെഡി ഒരു കീവേഡ് ആണ് കേട്ടോ, അത് എപ്പോഴും നോട്ട് ചെയ്തോളൂ. then he has taken the degree from Calicut University. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സമയത്ത് മുമ്പ് തന്നെയാണ് ആള് ഡിഗ്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും ടേക്കൻ എന്ന് പറയുന്നത് ടേക്കിന്റെ V3 ഫോം ആണ്. V3 ഫോം ED ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. then സിംഗുലർ ആയപ്പോൾ ആര് വന്നു? ഹാസ് വന്നു. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കീവേഡ് ആണ് ഓൾറെഡി. ഇത് നിങ്ങളെ ഈ പറഞ്ഞ പോലെ എക്സാം ടൈമിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് പല രീതിക്കുള്ള കൺഫ്യൂഷൻസ് വരുമ്പോൾ നമുക്ക് ഒന്ന് സഹായിക്കാൻ നമ്മൾ ആരുണ്ടാവും? ഇങ്ങനെയുള്ള കീവേഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓൾറെഡി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്തോ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് എന്തോ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ആരെടുത്തോണം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ എടുത്തോണം. ഓക്കെ, then ടൈം ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല പല എക്സാമ്പിൾ ടൈം ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. ഇനി കുറച്ച് ടൈം ഇൻഡിക്കേറ്റേഴ്സ് പറയാം. ഓക്കെ, ever, never, ever and never, yet, before, already, recently, lately, so far, just. ഓക്കെ, ഇത്രയും വേർഡ്സ് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. ഗ്രാമർ എന്ന് പറയുന്ന വിഷയം വളരെ ഈസി ആണെങ്കിലും ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ, വലുതായിട്ടൊന്നും വേണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കാണാതെ പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും നോക്കേണ്ട, സെന്റൻസിന്റെ മീനിങ് അറിയില്ലെങ്കിൽ പോലും ആ വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഐ ഹാവ് സീൻ ഇറ്റ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ആണ്, കണ്ടിട്ടുണ്ട്. ആ പ്രോസസ് അവിടെ എന്തായി? ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഐ ഹാവ് സീൻ ഇറ്റ് ബിഫോർ. ഓക്കെ, ഐ എന്താണ്? അത് തന്നെ പ്ലൂറൽ ആണ്. ഹാവ്, ഐ വരുമ്പോ എന്താണ്? ഹാവ് വരും. ഓക്കെ, ഐ ഹാവ് സീൻ V3 ഫോം. ബിഫോർ ആണ് നമ്മുടെ എന്ത്? കീവേഡ്. ഓക്കെ, then she hasn't come back yet. അവൾ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടേ ഇല്ല. ഓക്കെ, അങ്ങനെ പറയാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, സിംഗുലർ കാണാം, hasn't come, come, came, come, come ആണ് കേട്ടോ V3 ഫോം. come, came, come. ഓക്കെ, then we have already sent it. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു. അവരത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് ആരെ കാണാം? വി, പ്ലൂരൽ. പ്ലൂരൽ വരുമ്പോ ഒരു സംശയം വേണ്ട, ഹാവ് തൊട്ടടുത്തുണ്ടാവും. സെൻഡ് ആണ് എന്ത്? V3 ഫോം. ഓക്കെ, then I have never insulted her. ഞാൻ അവളെ ഇതുവരെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഐ ഹാവ് നെവർ ഇൻസൾട്ടഡ് ഹർ. ഐ എന്താണ്? അത് തന്നെ. കൂടെ ആര് വന്നു? ഹാവ് വന്നു. നെവർ, ഇതാണ് നമ്മുടെ എന്ത്? കീവേഡ്. ഓക്കെ, നെവർ ആണ് നമ്മുടെ എന്ത്? കീവേഡ്. ഇൻസൾട്ടഡ് എന്താണ്? ഇൻസൾട്ടഡ് ED വരുമ്പോ എന്താണ്? ED വരുമ്പോ മറ്റൊന്നുമല്ല, V3 ഫോം ആണ്. ഓക്കെ, then have you ever met with any accident? നിങ്ങൾ ഇതിനു മുമ്പ് ഒരു ആക്സിഡന്റ് മീറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ എന്തെന്നെയാണ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കീവേഡ്സ് ആണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഈ എക്സാമ്പിളിലൊക്കെ ഉള്ള ഈ കീവേഡ്സ് നിങ്ങൾ കാണാതെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾ വരുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് അറിയുക. ഓക്കെ, then they have never helped us. അവർ ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഹെൽപ്പ് ചെയ്തിട്ടേ ഇല്ല.
അവർ ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ദേ വന്നു, ഹാവ്. ദേ എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഹാവ് അവിടെ ഉണ്ടാവും. കൂടെ ED ഫോം, ഹെൽപ്പിന്റെ V3 ഫോം ആണ് helped. ഓക്കെ, then he has visited Chennai recently. നമ്മുടെ കീവേഡ്. ഓക്കെ, റീസെന്റ്ലി ആയിട്ട് എന്ന് പറയുമ്പോ എന്താ? കുറച്ച് തൊട്ട് മുമ്പ് എന്തോ ഫിനിഷ് ആയിട്ടുണ്ട് അർത്ഥം അല്ലെ? റീസെന്റ് ആയിട്ടാണ് he has visited Chennai. അവൻ എന്ത് ചെയ്തത്? ചെന്നൈ വിസിറ്റ് ചെയ്തത്. ഓക്കെ, he സിംഗുലർ ആണെങ്കിൽ ആരുണ്ടാവും? ഹാസ് ഉണ്ടാവും. വിസിറ്റിന്റെ ED ഫോം, വിസിറ്റിന്റെ V3 ഫോം ആണ് വിസിറ്റഡ്. ഇവിടെ ആരുണ്ട്? നമ്മുടെ കീവേഡും ഉണ്ട്. ഓക്കെ, then he has gone outside very lately. റീസെന്റ്ലി പോലെ തന്നെയാണ്, ഇപ്പൊ അടുത്താണ് എന്ത്? അവൻ പുറത്ത് ഔട്ട്സൈഡിൽ പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ കീവേഡ് ആണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. then നമ്മുടെ സബ്ജക്റ്റ് ഷീ ആണ്, സിംഗുലർ. അതിന്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, സിംഗുലർ ആണോ ഹാസ് കൂടെ വേണം. then gone ആണ് നമ്മുടെ V3 ഫോം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ടൈം ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യാ? കാണാതെ പഠിക്കുക. എവർ, നെവർ, യെറ്റ്, ബിഫോർ, ഓൾറെഡി, റീസെന്റ്ലി, ലേറ്റ്ലി, സോ ഫാർ, ജസ്റ്റ്. ഓക്കെ, then ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ആ ഒരു വേർഡ് തന്നെ അതുണ്ട്. പ്രസന്റിൽ പെർഫെക്റ്റ് ആയിട്ട് തീരും വേണം. തീർന്നു കഴിഞ്ഞ റിസൾട്ട് നമ്മുടെ കയ്യിൽ കാണുകയും വേണം. ആ ടൈമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ നാലാമത്തെ പ്രസന്റ് ടെൻസ് ആയ, നാലാമത്തെയും ലാസ്റ്റത്തെയും പ്രസന്റിലെ ടെൻസ് ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ വേർഡ് തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. പ്രസന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. പെർഫെക്റ്റ് നമ്മൾ എന്താ യൂസ് ചെയ്തത്? പെർഫെക്റ്റ് നമ്മൾ യൂസ് ചെയ്തത് ഹാസ്, ഹാവ് അല്ലെ? ഓക്കെ, then കണ്ടിന്യൂസ് നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഈസ്, ആം, ആർ, വെർബ് പ്ലസ് ing അല്ലെ? അത് തന്നെയാണ് കണ്ടിന്യൂസ്. ഇത്രയും ഇവിടെ നിന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. എന്നിട്ട് നമുക്ക് ഈ ടെൻസിലോട്ട് കിടക്കാം. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നേരത്തെ തുടങ്ങിയതും നേരത്തെ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നതുമായ ക്രിയകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കുമ്പോഴാണ് ഒന്നും കൂടെ ഗ്രാമർ ഈസി ആയിട്ട് മനസ്സിലാവാം. സബ്ജക്ട് ഹാസ്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing. ഇതിൽ നിങ്ങൾക്ക് സബ്ജക്ട്. ഓക്കെ, then ഹാസും ഹാവുമാണ് എന്ത്? ഇതിലെ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഹാസും ഹാവും എന്താണ്? നമ്മൾ പെർഫെക്റ്റ് ടെൻസ് നിന്ന് എടുത്തതാണ് ഹാസിനെയും ഹാവിനെയും. അപ്പൊ ബീനോ? ബീനാണ് നമ്മുടെ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്ത ആം, ഈസ്, ആർ. ഓർമ്മയുണ്ടോ? ആമും ഈസും ആറും. പക്ഷെ അവരെ നമ്മൾ എടുക്കുന്നില്ല, അവരുടെ ഫാമിലിയുടെ പേരാണത്. എന്ത്? നമ്മുടെ ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും ഫാമിലി ഉണ്ട്, അവരുടെ പേരാണ് എന്ത്? ബീൻ. അപ്പൊ ഇവിടെ ആരാണ് കണ്ടിന്യൂസ്? ബീൻ. ഓക്കെ, then വെർബ് പ്ലസ് ing അല്ലെ? ഈസ്, ആം, ആർ പ്ലസ് ing. കണ്ടിന്യൂസിന്റെ സ്വന്തം ആളാണ് എന്ത്? ing ഫോം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. then പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസേജ് നോക്കാം. To express an action which is begun in the past is still going on. ഒരു ആക്ഷൻ, ആ ആക്ഷൻ എപ്പോ തുടങ്ങി? begun in the past. പാസ്റ്റിൽ തുടങ്ങി. ഞാനിവിടെ പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, നല്ല ഓർമ്മ വേണം. പക്ഷെ ഈ ഒരു ആക്ഷൻ തുടങ്ങിയത് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ്. പക്ഷേ still going on എന്താണ്? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ എന്നോ തുടങ്ങിയ ഒരു ആക്ഷൻ പ്രസന്റിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. I have been writing a poem for 2 hours.
ഓക്കെ, 2 മണിക്കൂറോളായിട്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു പോയം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ അങ്ങ് നീളുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ റൈറ്റിംഗ് നൗ. പക്ഷെ ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അതിൽ നിങ്ങൾക്ക് കാണാം ഹാവ് ആരുടെ കൂടെ വരുള്ളൂ? പ്ലൂറൽ ആയിട്ടുള്ള ഐന്റെ കൂടെ വരുന്നു. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്നത്. റൈറ്റിംഗ് ആണ് എന്ത്? കണ്ടിന്യൂസ് ടെൻസ് ആണോ? ING ഫോം വേണം. ഓക്കെ, അപ്പോ ഹാസ് ഹാവിന് ഹാവ് വന്നു, ബീൻ വന്നു, ING ഫോം വന്നു. ഓക്കെ, ദെൻ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വന്നു? 4 hours. 4 hours എന്നൊക്കെ പറയുമ്പോ എന്താണ്? കണ്ടിന്യൂ ആണ്. അവിടെയും തീർന്നിട്ടില്ല. സ്റ്റിൽ റൈറ്റിംഗ് നൗ. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ the boy has been waiting for you all day. ആ ബോയ് എന്ത് ചെയ്യാണ്? നമ്മൾ ചിലപ്പോ സമയത്ത് നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. വെയിറ്റ് ചെയ്യാൻ നമ്മൾ പറയും ചെയ്യും. ആ ടൈമിൽ നമ്മൾ എത്താറില്ല. അവരവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? മോർണിംഗ് മുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഉച്ചയായിട്ടുണ്ടാവും, ഈവനിങ് ആയിട്ടുണ്ടാവും, അല്ലെ? ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളങ്ങോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, ദ ബോയ് ഹാസ് ബീൻ. ബോയ് സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോ ഹാസ് വരും. ബീൻ കണ്ടിന്യൂ ആയിട്ടുള്ള പ്രോസസ്സിന് യൂസ് ചെയ്യുന്നതാണ് ബീൻ. വെയിറ്റിംഗ് ING ഫോം. ഫോർ യു ഓൾ ഡേ. നിങ്ങൾ ആ ഫുൾ ഡേ അവിടെ വെയിറ്റ് ചെയ്യാണ്. ബട്ട് ഹി സ്റ്റിൽ വെയിറ്റിംഗ് നൗ. പക്ഷെ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയതാണ്, ടൈം അവിടെ പറഞ്ഞിട്ടില്ല. ആ ബോയ് എപ്പോഴോ തുടങ്ങിയ നൃത്തം ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ആയിട്ട് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. Then, my parents have been traveling since last February. എന്റെ പാരന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ട്രിപ്പ് പോയതായിരിക്കും പാരന്റ്സ് അല്ലേ? മൈ പാരന്റ്സ് ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് ലാസ്റ്റ് ഫെബ്രുവരി. ലാസ്റ്റ് ഫെബ്രുവരി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ പാരന്റ്സ് ആണ്. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. വലിയൊരു ട്രാവലിംഗ് തന്നെയാണ്. അവര് മാസങ്ങളോളൊക്കെ ട്രാവലിംഗ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ മൈ പാരന്റ്സ് എന്താണ്? പാരന്റ്സ് 2 പേരാണ്, പ്ലൂരൽ. ഓക്കെ, ഹാവ് പ്ലൂരൽ വരുമ്പോ ഹാവ് വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ ബീൻ വരും. കണ്ടിന്യൂ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് വരും? വെർബിന്റെ ING ഫോം വരും. ദെൻ സിൻസ് ലാസ്റ്റ് ഫെബ്രുവരിയിൽ അങ്ങ് ഇറങ്ങിപ്പോയതാണ്. ഇപ്പോഴും അവരെത്തിയിട്ടില്ല. ദേ ആർ നോട്ട് ഹോം യെറ്റ്. ഈ നിമിഷവും അവരെത്തിയിട്ടില്ല. ഇപ്പോഴും അവരെന്ത് ചെയ്യാണ്? യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, he has been working here since 1995. 1995 മുതൽ ആ വ്യക്തി എന്ത് ചെയ്യാണ്? അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എന്നും പാസ്റ്റിൽ തുടങ്ങിയ വർക്ക് ചെയ്യലാണ്. ഇപ്പോഴും ആ വ്യക്തി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആ വ്യക്തി അങ്ങോട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, നോക്കാം എന്താണ്? സിംഗുലർ. സിംഗുലർ വരുമ്പോ ഹാസ്. കണ്ടിന്യൂവേഷൻ കണ്ടിന്യൂ ആയിട്ട് വരികയാണെങ്കിൽ എന്ത് വരും? ING ഫോം വരും. ഓക്കെ, then he has been preparing for PSC exam for 6 months. അല്ലെ, PSC എക്സാം ഒന്നും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടില്ല. ഓക്കെ, അപ്പോ ഒരു 6 മാസത്തോളായിട്ട് അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? PSC എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹി എന്താണ്? അവൻ. ഹാസ് എന്താണ്? ഹാസ് എന്താണ്? സിംഗുലർ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, അവിടെ ഹാസ് തന്നെ വരും. ഓക്കെ, then ബീൻ ING ഫോം. ഓക്കെ, then they have been staying in Bangalore since 2020. 2020 മുതൽ അവരെവിടെയാണ് താമസിക്കുന്നത്? ബാംഗ്ലൂരാണ്. അവിടെ അന്ന് തുടങ്ങിയ താമസമാണ്. ഇപ്പോഴും അവരെവിടെ തന്നെയാണ്? ബാംഗ്ലൂർ തന്നെയാണ് താമസിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, then ഇനി നിങ്ങൾ നോട്ട് ചെയ്യാം, ഇവിടെയൊക്കെ ഒരാളുണ്ട് അല്ലെ? സിൻസും ഫോറും അല്ലെ? ഇത് സിമ്പിൾ, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കീവേഡ്സ് ആണ്. സിൻസും ഫോറും ഉണ്ടോ? ഒരു സംശയവും വേണ്ട, അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഇനി സിൻസും ഫോറും നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. സിൻസിന്റെ അടുത്ത് ആരാ ഉള്ളത്? അധികം സിൻസിന്റെ കൂടെ ആര് വരും എന്നറിയോ? ഒരു വർഷം കാണാൻ കഴിയും. സിൻസിന്റെ കൂടെ ആയിരിക്കും അധികം നമ്മൾ എന്ത് ചെയ്യുക? വർഷം കൊടുക്കുക. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ നോക്കാം. സിൻസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് എന്തിനാണ്? പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? സിൻസ്. ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിൻസ്. ഇവിടെ കണ്ടോ, 2020 മുതലാണ് ബാംഗ്ലൂരിൽ താമസിക്കുന്നത്. കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോ ഈ സിൻസ് വരികയാണെങ്കിൽ അധികം മിക്കവാറും സെന്റൻസിൽ സിൻസ് വരുമ്പോ എന്തുണ്ടാവും? ഈ പറഞ്ഞ പോലെ ഇയർ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഫോർ ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. എന്താണ്? എ പീരീഡ് ഓഫ് ടൈം. ഫോറിന് ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കും. ഇവിടെ കണ്ടോ, 6 months, for 2 months, for 6 months, for 2 hours, അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കും. ഓക്കെ, ഇത് പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ ഇത് പീരീഡ് ഓഫ് ടൈം വ്യക്തമായിട്ട് കാണിക്കും. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ആരുണ്ടാവും? അധികം ഒരു ഇയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫോറും സിൻസും കാണുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പ്രസന്റിലും ആ ആക്ഷൻ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എടുത്തു, കൂടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും എടുത്തു. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി നടക്കുകയും അതിന്റെ റിസൾട്ട് ഈ ടൈമിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഏതോ ഒരു ആക്ഷൻ എന്താണ് ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഇതോടുകൂടി നമ്മൾ പ്രസന്റ് ടെൻസിന്റെ 4 ടെൻസുകളും പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് എന്തായിരുന്നു? മറന്നു എല്ലാവരും? മറക്കരുത് കേട്ടോ. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് കാണുക. അപ്പൊ എന്തായാലും ക്ലാസ് ഓർമ്മ ഉണ്ടാവും. മറക്കരുത്. സിമ്പിൾ പ്രസന്റ് എന്താണ്? സബ്ജക്റ്റ് എസ് ഓർ ഇഎസ് പ്ലസ് വെർബ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസോ സബ്ജക്റ്റ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് അല്ലെ. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? സബ്ജക്റ്റ് ഹാസ്, ഹാവ് പ്ലസ് V3 ഫോം. ഇനി നമ്മൾ ലാസ്റ്റ് പഠിച്ച എന്തായിരുന്നു? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ്? സബ്ജക്റ്റ് ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, 4 ടെൻസും വളരെ വൃത്തിയായി റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കാണണം. കണ്ട് ഇരുന്ന് നിങ്ങൾ ചെറിയ നോട്ടൊക്കെ തയ്യാറാക്കി വൃത്തിയായി പഠിച്ച് സെറ്റ് ആവുക. ഓക്കെ.